ക്വാളിറ്റിയുള്ള വെള്ളമല്ല കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ പ്രസിദ്ധീകരിച്ചിരിക്കണം ഇത് കുടിക്കരുത്. പിന്നെ കുടിവെള്ളത്തിനും ആഹാരം പാകം ചെയ്യുന്നതിനും അല്ലാതെയുള്ള ആവശ്യങ്ങൾക്ക് ഈ വെള്ളം ഉപയോഗിച്ചാൽ ഒരുപക്ഷെ കുഴപ്പമില്ലായിരിക്കാം. പക്ഷെ കുടിവെള്ളത്തിനോ ആഹാരങ്ങൾ പാകം ചെയ്യാനും ക്വാളിറ്റി ഇല്ലാത്ത വെള്ളം ഉപയോഗിക്കരുത്. അതിന് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്ന ക്രമങ്ങളെന്നുള്ള വിവരങ്ങൾ നിങ്ങൾ അതാത് ലോക്കൽ ബോഡീസിന്റെ അതിർത്തികളിൽ ആളുകളെ അറിയിക്കാനുള്ള ഒരു ശ്രമവും നിങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. ശുചിത്വ മിഷനിൽ നിന്ന് ഒരു ഹെൽപ്പ് കൂടെ എല്ലാ ബോഡീസിനും ഉണ്ടാകും. അത് എത്ര എങ്ങനെ എന്നുള്ളത് ഞങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനിക്കും. പിന്നെ നിങ്ങളുടെ ഫണ്ട് ഉപയോഗിക്കാം. നോൺ പ്ലാൻ ഫണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിന് ഉള്ള പെർമിഷൻ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ അത് ഉപയോഗിക്കണം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുന്തിയ പരിഗണന കൊടുക്കേണ്ട ഒരിതാണ്, ഒരു ചലഞ്ചിങ് സിറ്റുവേഷനാണിത്. അപ്പൊ അത് നിങ്ങൾ നോക്കണം. നമുക്ക് ഇപ്രാവശ്യം നമുക്ക് ഇതൊന്ന് തടഞ്ഞു നിർത്താൻ നമ്മളെക്കൊണ്ട് സാധ്യമായിട്ടുള്ള എല്ലാ നടപടികളും ചെയ്യണം. ഗവൺമെന്റും ത്രിതല പഞ്ചായത്തുകളും ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനം കൂടി ആവശ്യം. പരിസര ശുചിത്വം, മാലിന്യ നിർമ്മാർജ്ജനം, നമ്മുടെ ഓടകളൊക്കെ നന്നാക്കുന്നതുൾപ്പെടെ മലിനജലം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കി വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഫലപ്രദമായിട്ടുള്ള നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 2, 3 ക്വാളിറ്റി ഡ്രിങ്കിങ് വാട്ടർ. അതൊരു വലിയ ഘടകമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പരിശോധിച്ച് നോക്കുമ്പോൾ കുടിവെള്ളത്തിൽ നിന്നാണ് പല പ്രദേശങ്ങളിലും ഈ രോഗങ്ങൾ പടർന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ക്വാളിറ്റിയുള്ള കുടിവെള്ളം. പിന്നെ നിങ്ങളിവിടെ പറഞ്ഞ ഒരു ശേഷം വളരെ ഇതാണ് ഈ ഹോട്ടലുകളിലെ ഭക്ഷണം. അതിന്റെ ക്വാളിറ്റി താഴോട്ട് പോയി കഴിഞ്ഞ് അവിടെ ആയിക്കഴിഞ്ഞാൽ രോഗം വരുന്നതിനും പടരുന്നതിനും ഒക്കെ അത് പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി പരിസര ശുചിത്വം, മാലിന്യ നിർമ്മാർജ്ജനവും പൊതുസ്ഥലങ്ങളിലെ മലിനജലം കെട്ടിക്കിടക്കുന്നതും ഒഴിവാക്കലും, ശുദ്ധമായ ക്വാളിറ്റി ആയിട്ടുള്ള കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള സംവിധാനം, ഹോട്ടലുകളിലെ ഈ ഭക്ഷ്യസാധനങ്ങളുടെ ക്വാളിറ്റി പരിശോധിക്കുന്നതിനുള്ള ഫലപ്രദമായിട്ടുള്ള സംവിധാനങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ഉണ്ടായാൽ മതിയാകും. അതിന് ഗവൺമെന്റ് തലത്തിൽ ഫലപ്രദമായ കോർഡിനേഷൻ വേണം, ജില്ലാതലത്തിൽ പിന്നെ ഫലപ്രദമായ കോർഡിനേഷൻ വേണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും പൊതുജനങ്ങളുടെയും എല്ലാം ഒരു സഹകരണം ഇതിന് പൂർണ്ണമായിട്ടുണ്ടായാൽ മതിയാകും. അപ്പം ഞങ്ങൾ ഈ 2-ാം തീയതി തന്നെ സംസ്ഥാനതല യോഗം കൂടാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അതിനകത്ത് ഉണ്ടായിരിക്കും. ഞങ്ങളിപ്പം എഴുതിയത് വെച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് കൂടെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ആരോഗ്യം, നഗരവികസനം, പഞ്ചായത്ത്, വാട്ടർ അതോറിറ്റി, സോഷ്യൽ വെൽഫെയർ, കൃഷി വകുപ്പ്, PWD, എഡ്യൂക്കേഷൻ, റവന്യൂ, യൂത്ത് അഫയേഴ്സ്, ഫിനാൻസ്, പരിസ്ഥിതി സംരക്ഷണം, ഇത്രയും ഇറിഗേഷൻ ഉണ്ട്. വാട്ടർ സപ്ലൈ വാട്ടർ അതോറിറ്റി ആൻഡ് ഇറിഗേഷൻ ഒന്നിച്ചുണ്ട്. വാട്ടർ അതോറിറ്റി ആൻഡ് ഇറിഗേഷൻ, കൃഷി വകുപ്പും ആനുവൽ ഹസ്ബൻഡറി അതുണ്ട്.